പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ കണ്ട ഏറ്റവും മനോഹരമായൊരു വാർത്താ സമ്മേളനമായിരുന്നു മോഹൻലാലിൻ്റേത്. അങ്ങനെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ഫാൽക്കെ അവാർഡ് മലയാള സിനിമയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ് നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട മോഹൻലാൽ. ഫാൽക്കെ പുരസ്കാരം ഈശ്വരൻ തന്ന സമ്മാനമാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ച് ഈ പുരസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ വിശ്വസിക്കാനായില്ല. വിമർശനങ്ങളെ തോളിലേറ്റി നടക്കുന്ന ഒരാളല്ല താനെന്നും മോഹൻലാൽ പറഞ്ഞു. ഒരുപാട് മഹാരഥന്മാർ നടന്ന് പോയ ഒരു വഴിയിലൂടെയാണ് ഞാനും സഞ്ചരിക്കുന്നത്. ഇത് വളരെ ഒരു പ്രസ്റ്റീജിയസ് അവാർഡും കൂടെയാണ്. അപ്പം ഇതിനു മുമ്പ് കിട്ടിയിരിക്കുന്നതൊക്കെ വലിയ മഹാരഥന്മാർക്കാണ്. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള നന്ദി ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഈശ്വരനോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ പ്രേക്ഷകരോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ ഷെയർ ചെയ്യുന്നു. മലയാളത്തിന്റെ മഹാനടൻ രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരം സമർപ്പിച്ചത് തന്റെ സിനിമാ തട്ടകത്തിനാണ്. ഈശ്വരൻ തന്ന സമ്മാനമെന്നാണ് ഫാൽക്കെ പുരസ്കാരത്തെ മോഹൻലാൽ വിശേഷിപ്പിച്ചത്. ഈശ്വരൻ എന്നാൽ കർമ്മത്തിലെ സത്യസന്ധതയാണ്, പ്രവർത്തനമാണ് പ്രാർത്ഥന. 48 വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എനിക്ക് ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് ഈശ്വരനെ കാണുന്ന ഒരു പ്രാർത്ഥന പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ട് ഞാൻ അതിനെ കാണുന്നു. ഒപ്പം പ്രവർത്തിച്ചവരോടും മാതാപിതാക്കളോടും പ്രേക്ഷകരോടും മോഹൻലാൽ നന്ദി പറഞ്ഞു. ഒപ്പം പ്രവർത്തിച്ച പലരും വിട പറഞ്ഞതിലെ വിഷാദം ഇന്നും മോഹൻലാൽ പങ്കുവച്ചു. ഗുരു കാരണവന്മാരുടെ സ്നേഹവും ഒരു ഗുരുത്വവും ഉള്ള ഒരാളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് ഇതിൻ്റെ പുറകിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് ഡയറക്ടേഴ്സും, അതുപോലെ തന്നെയാണ് എൻ്റെ കൊളീഗ്സും. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പുരസ്കാരത്തെക്കുറിച്ച് വിളിച്ചറിയിച്ചത്. കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്ന് മോഹൻലാൽ തുറന്നു പറഞ്ഞു. അപ്പോൾ അത് ആദ്യം നമുക്കത് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ, അല്ലേ? ഒരു വൈൽഡ് ഡ്രീമിൽ പോലും, അല്ലേ, ഒരു ഇൻസെയിൻ ഡ്രീം, നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ ഒരു പറയുന്നത്, അതിനൊരു ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. എന്നാലും ഒരു സത്യമാണോ അല്ലയോന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു മൊമെന്റാണ്. എമ്പുരാൻ സിനിമയുടെ പേരിലടക്കം നേരിട്ട വിമർശനങ്ങളെ തോളിലേറ്റി നടക്കില്ലെന്ന് മോഹൻലാൽ പറഞ്ഞു. അതൊക്കെ വിമർശനങ്ങൾ ആ സമയമല്ലേ. അതൊരു ഞാൻ ഇതെല്ലാം എൻ്റെ തോളത്ത് ഏറ്റി നടക്കുന്ന ഒരാളല്ല. അത് ആ സമയം കഴിഞ്ഞു. അതിൻ്റെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമില്ലേ ദാസ എന്ന് പറയുന്നത്. ആരും അറിയാത്ത ഫാൽക്കെയുടെ പേരിലുള്ള പുരസ്കാരം മോഹൻലാലിന് കൊടുക്കുകയല്ല. ഫാൽക്കെയ്ക്ക് മോഹൻലാൽ പുരസ്കാരം നൽകണമെന്ന രാം ഗോപാൽ വർമ്മയുടെ പോസ്റ്റിനെ കുറിച്ച് പ്രതികരണം ഇങ്ങനെ. അദ്ദേഹം എപ്പോഴും വലിയ തമാശകൾ പറയുന്ന ആളല്ലേ, അല്ലേ? അദ്ദേഹം അതിനെ ഏറ്റവും ഒരു ബ്ലാക്ക് ഹ്യൂമറായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അദ്ദേഹമായിട്ട് എനിക്ക് നല്ല സൗഹൃദമുള്ള ആളാണ്. അപ്പോൾ എല്ലാവരും പറയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാം ഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ടൊന്നും മീൻ ചെയ്തതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. കേരളം കാത്തിരിക്കുന്ന ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് നാളെ ആരംഭിക്കുമെന്ന് മോഹൻലാൽ അറിയിച്ചു. അതിനുശേഷം പുരസ്കാരം ഏറ്റുവാങ്ങാൻ കുടുംബത്തോടൊപ്പം ഡൽഹിയിലേക്ക് പോകും. നാളെ ഞങ്ങൾ ദൃശ്യം 3 തുടങ്ങുന്ന ദിവസമായിരുന്നു. നാളെ ഞങ്ങൾ രാവിലെ തുടങ്ങും. അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് പോകണം, എന്ത് ഡ്രസ്സ് ഇടണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കുകയും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയും അത് എത്രയോ ആൾക്കാർ കാണുകയും അതൊക്കെ ചെയ്യുന്നൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുന്നത് ഒരു സന്തോഷത്തിൻ്റെ സമയമാണ്. വ്യത്യസ്തമായ ആശയം കിട്ടിയാൽ ഇനിയും സംവിധാനം ചെയ്യുമെന്ന് മോഹൻലാൽ പറഞ്ഞു. അപ്പോൾ ഈ പ്രസന്റ് മൊമെന്റിൽ ചോദിച്ചാൽ ഇപ്പം എനിക്കൊന്നും പറയാനില്ല. ബാക്കി ഞാൻ നിർമ്മിക്കുന്ന ആളാണ്. കാര്യം അതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോട്ടായിരുന്നു. ഒരു 3D ആരും ചെയ്യാത്തൊരു കാര്യം. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്തൊരു തോട്ട് വന്നാൽ ഞാൻ ചെയ്യാം. കേക്ക് മുറിച്ച് ഒപ്പമുള്ളവർക്കും മാധ്യമ പ്രവർത്തകർക്കും നൽകിക്കൊണ്ട് പുരസ്കാര ലബ്ധിയിൽ മോഹൻലാൽ സന്തോഷം പങ്കിട്ടു. എല്ലാവർക്കുമൊപ്പം സെൽഫി എടുത്ത ശേഷമാണ് മോഹൻലാൽ മടങ്ങിയത്. ന്യൂസ് മലയാളം, കൊച്ചി.